PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അപ്പോൾ അടുത്തത് അറസ്റ്റിലേക്ക് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെതാണ്. പ്രശാന്തിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PS പ്രശാന്തിനെ പിണറായി എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. അങ്ങനെ സാധാരണ കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു നേതാവിനെ പിടിച്ച് ഇരുത്തുന്ന ഒരു സ്ഥാനമല്ല സാധാരണയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്ഷിപ്പുകൾ. അയ്യപ്പനെ കൊള്ളയടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവായിരുന്ന PS പ്രശാന്തിനെ CPM-ലേക്ക് എത്തിച്ച് CPM-ന്റെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി അതിന്റെ കൊള്ള നടത്തുകയാണ്. അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ VN വാസവനാണ്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ SIT സംഘം നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഇനി അടുത്തത് ആരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും അവിടുത്തെ കൊള്ളയും എല്ലാം അങ്ങ് പോകുമെന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പെരുമഴയത്ത് മണിക്കൂറുകൾ ഈ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരണം, അവരിലേക്ക് അന്വേഷണം നീളണം, വെറുതെ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ വകുപ്പ് തല നടപടികളും മാത്രമായി മുന്നോട്ട് പോകരുതെന്ന് കൃത്യമായി അന്ന് സൂചിപ്പിച്ച കാര്യമാണ്. ചെളിവെള്ളത്തിലിരുന്നാണ് സമരം നടത്തിയത് അയ്യപ്പൻ്റെ ഭക്തർക്കും അയ്യപ്പൻ്റെ വിശ്വാസത്തിനും വേണ്ടി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി ഈ പറയുന്ന പ്രതികളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ രാഷ്ട്രീയവും അവരുടെ സ്വാധീനവും എല്ലാം കടന്ന് കൃത്യമായി അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് എന്താ കാഴ്ച? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ജയകുമാർ സാറ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് CPM-ൽ വന്ന നേതാവാണ്. PS പ്രശാന്തിനെ പിണറായി എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. അങ്ങനെ സാധാരണ കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു നേതാവിനെ പിടിച്ച് ഇരുത്തുന്ന ഒരു സ്ഥാനമല്ല സാധാരണയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്ഷിപ്പുകൾ. പക്ഷേ ഇവിടെ സംഭവിച്ചു. എന്തിനാണ് അവർ ചെയ്തത്? കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. അയ്യപ്പനെ കൊള്ളയടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവായിരുന്ന PS പ്രശാന്തിനെ CPM-ലേക്ക് എത്തിച്ച് CPM-ന്റെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി അതിൻ്റെ കൊള്ള നടത്തുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ആളാണ്. ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പത്മകുമാറാണ്. പത്തനംതിട്ട എന്നുള്ള കോൺഗ്രസിൻ്റെ നേതാവല്ല അയാൾ CPM-ന്റെ നേതാവാണ്. അയാൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറായ ആളാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറി, ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും മാത്രമല്ല, പ്രശാന്തിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അപ്പോൾ അടുത്തത് അറസ്റ്റിലേക്ക് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെതാണ്. അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ VN വാസവനാണ്. അങ്ങനെ 3 മുൻ ദേവസ്വം മന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതിപ്പട്ടികയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഈ 3 മന്ത്രിമാരെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും സുപ്രധാനമായ ചുമതലകൾ വഹിച്ച ഏറ്റവും പവർഫുള്ളായ നേതാക്കന്മാർ. PS പ്രശാന്തിന് ശേഷം PS പ്രശാന്ത് തന്നെ മൊഴി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ, ഈ രാജ്യത്തുടനീളമുള്ള സ്വാമി അയ്യപ്പൻ്റെ ഭക്തരായി അവിടെ 18ാം പടി ചവിട്ടി കയറുന്ന ഓരോ ഭക്തൻ്റെയും വിജയമാണ്. ഇത് ഭഗവാനെ, വിശ്വാസത്തെ, ഹിന്ദുവിനെ കൊള്ളയടിക്കാൻ നോക്കിയ ഇടത് ഭരണകൂടത്തിനെതിരെയുള്ള വലിയ താക്കീതാണ് PS പ്രശാന്തിൻ്റെ ഈ അറസ്റ്റ് പ്രശാന്തിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഇനി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകും, അഴിയെണ്ണും എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.